കർത്താവിൽ പ്രിയ ദൈവജനത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വന്ദനം. ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് തിരുവചന സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം. ആ സംഖ്യാപുസ്തകം 22-ാം അധ്യായം 35-ാമത്തെ വാക്യം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് കേൾക്കുന്ന ആലോചന. യഹോവയുടെ ദൂതൻ ബിലെയാമിനോട്, ഇവരോടുകൂടെ പോകുക, എങ്കിലും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞു. ബിലെയാം ബാലാക്കിൻ്റെ പ്രഭുക്കന്മാരുടെ കൂടെ പോകുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. സംഖ്യാപുസ്തകത്തിൻ്റെ 22-ാം അധ്യായം ബിലെയാം ദൈവജനത്തെ ശപിക്കണമെന്നാണ് സിപ്പോറിൻ്റെ മകൻ ബാലാക്ക്, അതായത് മോവാബ് രാജാവ് പറയുന്നത്. മോവാബ് ഭയപ്പെട്ട് പരിഭ്രമിച്ചു എന്നാണ് സംഖ്യാപുസ്തകത്തിൻ്റെ 22-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുന്നത്. അതിൻ്റെ 6-ാമത്തെ വാക്യമോ, നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ എന്നും വായിക്കുന്നുണ്ട്. 35-ാമത്തെ വാക്യമാണല്ലോ നാം കുറിവാക്യമായി വായിച്ചത്. ദൂതൻ്റെ അരുളപ്പാട്. ബിലെയാം ദൈവത്തോട് സത്യം ചെയ്തു, പക്ഷേ ബിലെയാമിൻ്റെ മുഖത്തൊരു വിളർച്ച ഉണ്ടായി. ആ വിളർച്ച അവൻ്റെ ജീവിതത്തിൻ്റെ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നൊരനുഭവമാണത് വിളിച്ചറിയിക്കുന്നത്. പ്രിയരെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നാം ചെയ്യരുത്. അത് ദോഷത്തിന് ഹേതുവാവുകയേ ഉള്ളൂ. ദൈവ ഇഷ്ടമാണ് നമുക്ക് ആവശ്യം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 1-ാമത്തെ വാക്യം, 7 യാഗപീഠം, 7 കാള, അങ്ങനെ ഉള്ളതായ ആലോചന അവിടൊക്കെ നമുക്കവിടെ വായിപ്പാൻ കഴിയുന്നുണ്ട്. ഇപ്പം ബിലെയാമിൻ്റെ മനസ്സിലെ ചിന്ത എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിനിത് പ്രസാദകരമാകും. 7 യാഗപീഠം പണിത് 7 കാളകളെ അർപ്പിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമാകും. അപ്പോൾ ദൈവം എൻ്റെ കൂടെ ഇരിക്കും. അപ്പോൾ എനിക്ക് ഈ ജനത്തെ ശപിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ച് ഇദ്ദേഹം ഒരു കാര്യം ബാലാക്കിനോട് പറയും. ബാലാക്ക് അതെല്ലാം ചെയ്തു കൊടുക്കും. എന്നാൽ ബിലെയാം ഒന്ന് ചിന്തിക്കണ്ടേ? കാട്ടിലെ 1000 മൃഗങ്ങൾ ദൈവത്തിനുണ്ടെന്നുള്ള സത്യം ബിലെയാം തിരിച്ചറിയാതെയാണ് ഈ 7 കാളകളെ യാഗം കഴിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ നോക്കി. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഫലം കണ്ടില്ല. അത് മാത്രമാണോ? ദൈവം യാഗവസ്തുവിലേക്കല്ലല്ലോ നോക്കുന്നത്. പിന്നെ എവിടേക്കാണ് നോക്കുന്നത്? യാഗം കഴിക്കുന്നവനിലാണ് ദൈവത്തിൻ്റെ നോട്ടം. അങ്ങനെയെങ്കിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ 4-5 വാക്യത്തിലൊക്കെ വായിക്കാൻ കഴിയുന്നുണ്ട്. ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. ഹാബേലിലാണ്, വ്യക്തിയിലാണ് ആദ്യം പ്രസാദിക്കുന്നത്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്തുതിയും സ്തോത്രമൊക്കെ പറയുമ്പോൾ തന്നെ ദൈവം നമ്മളെ നോക്കുന്ന ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ദൈവം നമ്മളെ നോക്കും. ഒന്ന് നമ്മുടെ ഉദ്ദേശശുദ്ധി നോക്കും. ഈ ദൈവത്തെ ആരാധിക്കാൻ വരുന്ന കാര്യത്തിൽ, തിരുവചനം ബൈബിളും പിടിച്ചുകൊണ്ട് പോകുന്ന കാര്യത്തിൽ, പരിശോധന ചെയ്യുന്ന കാര്യത്തിൽ, ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ, പ്രാർത്ഥിക്കുന്ന കാര്യത്തിലൊക്കെ ദൈവം നമ്മളെ നോക്കും. അവിടെയെല്ലാം നമ്മുടെ ഉദ്ദേശശുദ്ധി ശരിയാണെങ്കിലൊക്കെ നല്ലതായിരിക്കും. രണ്ടാമത് നോക്കുന്നത് മനോഭാവത്തെയാണ്. എൻ്റെ മനോഭാവം എങ്ങനെ ഇരിക്കുന്നു. മൂന്നാമത് നോക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചത് എന്താണ്. എൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചത് എന്താണ്. അപ്പോൾ ദൈവം ഇതെല്ലാം നോക്കുന്ന ആളാകട്ടോ. ഉദ്ദേശശുദ്ധിയാണ് ദൈവത്തിന് പരമപ്രധാനമായിട്ട് അറിയേണ്ടത്. 2 പേരും യാഗം കഴിച്ചു, പക്ഷേ ഒരാളിൽ മാത്രമേ ദൈവം പ്രസാദിച്ചുള്ളൂ. ഇന്നും നമ്മിൽ പ്രസാദിക്കുന്ന ദൈവം ഇവിടെ ഉണ്ട്. ഞാനിവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ, ഞാൻ പ്രസംഗിക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ ഉണ്ട്, കേൾക്കുമ്പോൾ നിങ്ങളുടെ കൂടെയും ദൈവമുണ്ട്. അതിൽ ദൈവശക്തി നാം തിരിച്ചറിയണം.
ആകയാൽ ദൈവജനം ദൈവശക്തി തിരിച്ചറിയട്ടെ. നമ്മെ ബലപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാത്തിനും നമുക്ക് ചിന്തിക്കാൻ നേരമില്ല. എങ്കിലും ഒരു കാര്യം ചിന്തിക്കുന്നു. ശിംശോനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കരുത്തനായ സിംഹം തൻ്റെ കരങ്ങളിൽ തകർക്കപ്പെട്ടപ്പോൾ തന്നിലുള്ള ദൈവിക പദ്ധതിയെപ്പറ്റി ശിംശോന് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം ചെയ്തതൊരു കാര്യമായിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി തന്നിൽ നിലനിർത്തേണ്ടതിന് ശിംശോൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് പരാജയത്തിൻ്റെ കാരണം. ശിംശോൻ്റെ ശരീരബലത്തേക്കാൾ തൻ്റെ ഹൃദയ ബലഹീനതയ്ക്കായിരുന്നു കൂടുതൽ ശക്തി ശിംശോൻ നൽകുവാനിടയായത്. ജീവനുള്ള സിംഹത്തെ ശിംശോൻ കൊന്നു, ചത്ത സിംഹം ശിംശോനെയും കൊന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നാം എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് പ്രാർത്ഥനയിൽ മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ബിലെയാമിൻ്റെ അവസാനത്തെക്കുറിച്ച് വായിക്കുന്നു. അവൻ്റെ ജീവിതം പ്രവാചകനായി ആരംഭിച്ചു. എന്നാൽ അവസാനമോ ഒരു പ്രശ്നക്കാരനായി അധപ്പതിച്ചു. ആരംഭം നല്ലതായിരുന്നു, പക്ഷേ അവസാനം. ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവജനത്തിനും ഒന്നും ഉണ്ടാകാതിരിക്കാൻ നാം വളരെ ശ്രദ്ധയോടും ദൈവഹിതമനുസരിച്ച് ഒരുപാട് പ്രവൃത്തിയൊന്നും നമ്മൾ ചെയ്യാൻ പോയില്ലേലും, കാരണം നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ. അപ്പോൾ ദൈവരാജ്യത്തിന് പ്രവർത്തിക്കുമ്പോൾ ദൈവമാണല്ലോ നമുക്ക് ആ ജോലി തരേണ്ടത്, അതിൻ്റെ പ്രതിഫലവും തരേണ്ടത് ദൈവമാണ്. അപ്പോൾ ദൈവം പറയാത്തൊരു കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഉടമസ്ഥൻ എന്ത് പറയുന്നു അതനുസരിക്കാനാണ് ദാസനായ നമ്മളുള്ളത്. അങ്ങനെ ദൈവജനം മടങ്ങി വന്നപ്പോഴാണല്ലോ ദൈവം അവരെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് വാഗ്ദത്ത ദേശത്ത് എത്തിച്ചത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ 48-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: ഈ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവമാകും, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ വഴി നടത്തുന്ന ഈ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ശിംശോന് സംഭവിച്ചതുപോലെ നമുക്ക് സംഭവിക്കാതിരിക്കുവാനും, ബാലാക്കിൻ്റെ ഉപദേശത്തിൽ ബലയാം ദൈവകൃപ വിട്ട് നടന്ന് ദൈവസന്നിധിയിൽ വിട്ടകന്നുപോയി. ആരംഭം പ്രവാചകനാണെങ്കിൽ അവസാനം വല്ലാത്തൊരു സ്ഥിതിയായിപ്പോയി. അതുകൊണ്ട് അത് വരാതിരിക്കാനൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നേറുവാൻ ഈ തിരുവചനം നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമാകട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം. നാമത്തെ മുഖത്തെപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.